ഇന്ന് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഐസ്ക്രീം. എല്ലാവർക്കും തന്നെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കാൻ വളരെ മടിയാണ്. കാരണം കടയിൽ കിട്ടുന്ന അതേ രുചി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് കാരണം. എനിക്കും ആ സംശയമുണ്ടായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാറിയത്. ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കണ്ടൻസ് മിൽക്കും ഹെവി ക്രീമും അതുപോലെ വിപ്പിംഗ് ക്രീമും എല്ലാം യൂസ് ചെയ്തിട്ടാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിരുന്നു. അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി, അപ്പോഴും അതേ ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടാൻ സാധിച്ചു. അപ്പൊ ഞാൻ കരുതി ഇന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പൊ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കാണിക്കാന്ന്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഞാനിന്ന് വാനിലയോ ചോക്ലേറ്റോ ഐസ്ക്രീം ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ട് ഹെൽത്തി ആയിട്ട് പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഒരു 4 വലിയ പാഷൻ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് പാല്, അത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, പാട കളയാത്ത പാല്. അത് ഞാൻ 250 ml എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം പാൽപ്പാടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രീം യൂസ് ചെയ്യാത്തത് കാരണം അതിന് പകരം ഞാൻ പാൽപ്പാടയാണ് എടുക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഞാൻ എപ്പോഴും കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യാറ്. അതുപോലെ 1 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇന്ന് പാഷൻ ഫ്രൂട്ട് യൂസ് ചെയ്യുന്നതാണ്, പുളിപ്പുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അത് കാരണം കുറച്ച് കൂടുതലാണ് ഇന്ന് പഞ്ചസാര എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസ് കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് നടുവേ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ദശഭാഗം പുറത്തേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ദശഭാഗം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ള ഭാഗം ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പാഷൻ ഫ്രൂട്ടും എടുക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ പൾപ്പെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുരു കിടക്കുന്നത് കുഴപ്പമില്ല എന്നുള്ളവർ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ അത് അരിച്ചെടുത്തിട്ട് വരാം. ഞാൻ പാഷൻ ഫ്രൂട്ട് അടിച്ചെടുത്ത് നന്നായിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ അതിൻ്റെ അകത്ത് ഒരു തരി പോലും കുരുവിന്റെ അംശമില്ല. ഞാൻ വെള്ളം ചേർക്കാതെയാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു സിറപ്പ് പരുവത്തിലാക്കി നമ്മൾ എടുക്കും. അപ്പൊ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ഞാൻ ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ആ ജ്യൂസിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇടുന്നത്. നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടിന്റെ പുളി അനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ പാഷൻ ഫ്രൂട്ടിനും ഓരോ പുളിയായിരിക്കും, അത് കാരണമാണ് അങ്ങനെ. ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിന്റെ വെള്ളം വറ്റുന്നവരെയാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. ഒരു സിറപ്പ് പരിവാകുന്നത് വരെ നമുക്ക് ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റാവുന്നതാണ്. നമ്മൾ എന്ത് ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് എടുക്കുമ്പോഴും ഇതുപോലെ ഒന്ന് വറ്റിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ആക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പാല് തിളപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ 1 കപ്പ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 250 ml. അതിനൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പാലൊരു 3/4 കപ്പ് ആകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഇതിന്റെ അകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇടാവുന്നതാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇടുന്നത്. ഇതിനോട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെയും കൂടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി കൂടുതലായി പോകരുത്. ഇനി നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് വറ്റിക്കുന്നവരെ നോക്കാം. നമ്മൾ പാലിലേക്ക് കോൺഫ്ലവർ നമ്മൾ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവർ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് ഞാൻ ആ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് കട്ടയില്ലാണ്ട് നമുക്കത് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. പാല് നമ്മുടെ നന്നായി തിളച്ചിട്ടുണ്ട്, ഏകദേശം വറ്റി തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വല്ലാണ്ട് കട്ട കൂടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറുകി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തീ ഓഫ് ആക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറുക്കി വെച്ച പാലും പാഷൻ ഫ്രൂട്ടും എല്ലാം കൂടെ ഒരു മിക്സിയിൽ ഇട്ടിട്ട് ഒരുമിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പാല് ചേർക്കുകയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാൽപ്പാടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാവുന്നതാണ്. ഞാനിതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പാൽപ്പാട എടുത്തത്. ഇനി അതില്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട, നന്നായി തന്നെ വരും. ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് അങ്ങ് ഇല്ലാണ്ടായി പോകും. അപ്പൊ ഇത്രയും കൂടെ നമ്മൾ ചേർത്തിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ പഞ്ചസാര ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ പഞ്ചസാരന്റെ അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മിക്സ് ചെയ്യട്ടെ. ഇതിപ്പോ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നന്നായി എല്ലാ സാധനങ്ങളൂടെ മിക്സ് ആയി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2 മണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. അതിനുശേഷം വീണ്ടും എടുത്ത് നമുക്ക് തടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്.
ഇനി ഇത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനിത് ബീറ്റർ കൊണ്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചാലും മതി. മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് എങ്കിലും നല്ല ഹൈ സ്പീഡിൽ അടിച്ചെടുക്കുക. അപ്പൊ നല്ല ഫ്ലഫി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. ഇനി ഞാൻ ഇത് ഹൈ സ്പീഡിലിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോ ഞാൻ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഒരു 2-3 മിനിറ്റ് നേരം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതുപോലെ തന്നെ ആയി കിട്ടും. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ച പാത്രത്തിൽ തന്നെ വീണ്ടും ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇപ്പൊ ഇച്ചിരി അളവ് കൂടിയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങളുടെ പാത്രം ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ എടുക്കണം. ഇനി നമുക്കിതൊരു 7-8 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കണം. അപ്പൊ നമുക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഇതുകൊണ്ടായിട്ട് ഇനി ഫ്രീസറിൽ വെക്കാം. നമ്മുടെ അടിപൊളി പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പാഷൻ ഫ്രൂട്ട് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ എടുത്ത പാഷൻ ഫ്രൂട്ടിന് ഒട്ടും തന്നെ പുളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 4 എടുത്തത്. നിങ്ങൾ എടുക്കുന്ന പാഷൻ ഫ്രൂട്ടിന് നല്ല പുളിയുള്ളതാണെങ്കിൽ 2 മാത്രമേ എടുക്കേണ്ടുള്ളൂ. എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിപ്പോ കറക്റ്റ് പുളിയും മധുരവുമാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പാഷൻ ഫ്രൂട്ട് ഇപ്പോഴത്തെ എല്ലാവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.